തീരദേശത്ത് അപൂർവമായി വിളയുന്ന കബോഡിയൻ മുന്തിരി കൃഷി ചെയ്ത് ശ്രദ്ധേയനാവുകയാണ് കയ്പമംഗലം കാക്കാതുരുത്തി സ്വദേശി അബ്ദുൾ നാസർ. വെറും 4 സെന്റ് പുരയിടത്തിൽ 100ഓളം പഴവർഗ്ഗ ചെടികൾ പരിപാലിക്കുന്ന നാസറിന്റെ വീട്ടുമുറ്റത്തെ മുന്തിരിവള്ളിയിൽ ഇപ്പോൾ നിറയെ മുന്തിരിക്കുലകളാണ്. കയ്പമംഗലം കാക്കാതിരുത്തി ബദർ പള്ളിക്ക് സമീപം കറുപ്പം വീട്ടിലാണ് അബ്ദുൾ നാസറിന്റെ കൗതുകമുണർത്തുന്ന മുന്തിരിത്തോട്ടം. വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലുമായി വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന നാസറിന്റെ മുന്തിരിവള്ളിയിൽ ഇപ്പോൾ നിറയെ കുലകളാണ്. പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിയ 2 കംബോഡിയൻ മുന്തിരിത്തൈകളാണ് നാസർ വീട്ടുമുറ്റത്ത് നട്ടത്. 1 വർഷത്തോളം കഴിഞ്ഞിട്ടും കായ്ഫലം ലഭിച്ചില്ല. ഇതിനിടെ ചെടി ഉണങ്ങുകയും ചെയ്തു. കൃഷി അവസാനിച്ചെന്ന് കരുതിയിരിക്കെയാണ് ഏകദേശം 5 മാസം മുമ്പ് ഉണങ്ങിയ ചെടിയിൽ നിന്ന് പുതിയ തളിരുകൾ പൊട്ടി വന്നത്. പിന്നീട് അതിവേഗം വളർന്ന മുന്തിരിവള്ളി മട്ടുപ്പാവിലേക്ക് പടർന്ന് പന്തലായി. ഇപ്പോൾ വള്ളിയിൽ നിറയെ മുന്തിരിക്കുലകൾ കായ്ച്ചു നിൽക്കുകയാണ്. ഓരോ കുലയിലും 1000-ലധികം മുന്തിരികളുണ്ടെന്നാണ് നാസർ പറയുന്നത്. 1 വർഷം കഴിഞ്ഞിട്ടും കായ്ക്കാണ്ടായപ്പോൾ ഞാൻ ഡ്രൂൺ ചെയ്ത് ഫുള്ള് ഇലകളും കഴിഞ്ഞ് മെയിൻ തണ്ടുമെന്ന് വരുന്ന ശിഖരങ്ങൾ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്, എന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്തപ്പോഴും പിന്നെ പുതിയ ശിഖരങ്ങൾ വന്ന് പിന്നെ അതുപോലെ പഴയതുപോലെ തന്നെ പന്തലിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴും കായ്ക്കുന്നു, അപ്പോഴും കായ്ച്ചില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇലകൾ ഒരു പഴുത്ത് കൊഴിയാൻ തുടങ്ങി. ലാസ്റ്റ് തണ്ടുകൾ മാത്രമായി, തണ്ടുകളും കുറേ കഴിഞ്ഞപ്പോൾ ഉണങ്ങി. ലാസ്റ്റ് എന്താ പറയുക, മണ്ണ് വരെ താഴ്ഭാഗം കട വരെ മൊത്തമായിട്ടാണ് ഉണങ്ങിപ്പോയി. അപ്പം മാനസികമായിട്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് റിസ്ക് എടുത്ത് കൊണ്ടുവന്നൊരു തയ്യ അതിൻ്റെ വില എനിക്ക് ഇതുപോലെ തന്നെ 2 തൈയും ഒരേപോലെ തന്നെ അപ്പുറത്ത് വെച്ച തൈയും അനിയം വെച്ചിട്ടുണ്ട് അപ്പുറത്തും, അതും സെയിം തന്നെയാണ്, ഒരേപോലെ 2 നശിച്ചു പോയി. ഇതിന് മുൻപ് ഒരു തൈ വെച്ച സ്ഥലത്ത് നിന്ന് ഒരു പുതിയൊരു തൈ മുളച്ച് വന്ന് അതുമെന്ന് ഈ കാണുന്ന ഫസ്റ്റ് ഒരു 6 അടി ആയപ്പോഴേക്കും ഫസ്റ്റ് ഫ്ലവറിങ് ഉണ്ടായി. അങ്ങനെ ഒരു 12 ഫ്ലവറിങ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ലീഫ് വരുന്നത് തന്നെ. പിന്നെ അവിടെ നിന്ന് ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 10-50ഓളം മുന്തിരിക്കൊലകൾ ഉദ്ദേശിപ്പുണ്ട് ഇവിടെ. പിന്നെ ഫ്ലവറിങ്ങും ഉണ്ട്. അങ്ങനെ പല സ്റ്റേജിലായിട്ടാണ് നിൽക്കുന്നത്. കായകൾ ഇപ്പോൾ വളർച്ചയുടെ ഘട്ടത്തിലാണ്. ഏകദേശം 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമാകുമെന്നാണ് പ്രതീക്ഷ. കൃഷിയോടുള്ള താല്പര്യമാണ് വ്യത്യസ്ത പഴവർഗ്ഗങ്ങൾ പരീക്ഷിക്കാൻ നാസറിനെ പ്രേരിപ്പിക്കുന്നത്. വെറും 4 സെന്റ് പുരയിടത്തിൽ 100ഓളം പഴവർഗ്ഗ ചെടികളാണ് പരിപാലിക്കുന്നത്. വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്ത് മികച്ച വിളവ് നേടുന്ന നാസറിന്റെ കൃഷിരീതി നാട്ടുകാരിലും കൗതുകമുണർത്തുകയാണ്. മുന്തിരിക്കൊപ്പം വിദേശ പഴവർഗ്ഗങ്ങളോടും നാസറിന് പ്രത്യേക താല്പര്യമുണ്ട്. സഹോദരൻ അബ്ദുൽ ഹക്കീമും സുഹൃത്ത് മുഹമ്മദ് റാഫിയും ചേർന്ന കർണാടകയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും നടത്തുന്നുണ്ട്. വീട്ടുവളപ്പിലെ ചെറിയ ഇടം പോലും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത കൃഷിരീതികൾ പരീക്ഷിക്കുന്ന നാസറിന്റെ കൃഷിയിടം തീരദേശത്തെ കർഷകർക്ക് വേറിട്ട മാതൃകയാവുകയാണ്. കർഷക ദിനത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് നൽകി ഗ്രാമപഞ്ചായത്ത് നാസറിനെ ആദരിക്കുകയും ചെയ്തിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.